അധിക വിവരണമില്ലാതെ ആയത്തുകളുടെ വാചകങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. വകദാലിക ബഅസ്നാഹും എന്നാണ് പറഞ്ഞത്. നാം അവരെ എഴുന്നേൽപ്പിച്ചു, ഉറക്കില്ലെന്ന് അവരെ എഴുന്നേൽപ്പിച്ചു. ആരോഗ്യത്തിനൊന്നും ഒരു തകരാറുമില്ല. 300-350 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അത് അവർക്കറിയില്ലെങ്കിലും അള്ളാഹ്ക്കറിയാലോ. അവരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ ബോഡിക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ മുടികൾക്കോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്കോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഉറങ്ങാൻ കിടന്നതുപോലെ അവർ എഴുന്നേറ്റു. 309 കൊല്ലങ്ങൾക്ക് ശേഷം അവർ എഴുന്നേൽക്കണം. അങ്ങനെ എന്തോ കുറച്ചൊക്കെ ഉറങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ തോന്നി. പക്ഷെ എത്രയെന്നോട്ട് പിടുത്തമല്ല. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, എന്ത് കം ലഭിസ്തും, എത്രയാണ് ഇവിടെ ഉറങ്ങിയത്? അപ്പൊ അവരെന്നെ പരസ്പരം പറയണ ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അല്പം. അതാണ് ബഅദ യൗം എന്ന് പറയുന്നത്. പിന്നെ അവർ തന്നെ പരസ്പരം പറയണ് റബ്ബുക്കും ഖാലു റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തു, നിങ്ങൾ എത്ര താമസിച്ചു എന്ന് നിങ്ങളുടെ റബ്ബിന് മാത്രമാണ് അറിയുക. അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കാൻ നമുക്ക്. അങ്ങനെ ഏറ്റവും അവരുടെ ആവശ്യം എന്താണ് എന്ന് ഇപ്പം അവർക്ക് തോന്നുന്ന ആവശ്യത്തിലേക്ക് ചർച്ച നീങ്ങുകയാണ്. വഹുവ ഇഹ്തിയാജുഹും ഇല ത്വആമി വശറാബ്, ഭക്ഷണം വേണം. അതുകൊണ്ട് അവർ പറഞ്ഞു ഫബഅസൂ അഹദക്കും, നിങ്ങളിൽ ഒരാളെ നിയോഗിക്കുക, ബിവരിഖിക്കും ഹാദിഹി, ഇതാ ഈ വെള്ളി നാണയം കൊണ്ട്. അവർ നാട് വിടുമ്പോൾ അത്യാവശ്യം വഴിച്ചെലവിന് അന്ന് കുറച്ച് വെള്ളി നാണയമൊക്കെ അവരുടെ കയ്യിൽ ഉണ്ട്. ഒരു വഴിക്ക് പോവല്ലേ, അതിൻ്റെ ഇടക്കാണല്ലോ ഇപ്പം ഈ ഗുഹയിൽ കയറുന്നത്. അപ്പം അതിനുള്ള അത്യാവശ്യം കുറച്ച് ചില്ലറ നാണയങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ട്. അതിനൊരു നാണയം എടുത്തിട്ടാണ് ഇവിടെ ഇതാ ഇതും കൊണ്ട് ഫില്ലത്തുക്കും ഹാദിഹി ബിവരിഖിക്കും ഹാദിഹി. എന്നിട്ട് ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീന, അവർ പുറപ്പെട്ടു വന്ന ആ രാജ്യത്തേക്ക്, എവിടുന്നാണോ അവർ പുറപ്പെട്ടു വന്നത് അവിടേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി നമുക്ക് ഒരാളെ പറഞ്ഞേക്കാം. ഫൽയൻദുർ അയ്യുഹാ അസ്കാ തആമൻ, അയാൾ പോയി നോക്കട്ടെ ഏറ്റവും നല്ല ഭക്ഷണം എവിടെയുള്ളത്, നല്ല ഭക്ഷണം എവിടെയുള്ളത് എന്നവർ കണ്ടെത്തട്ടെ. പക്ഷേ എന്ത് ചെയ്യണം? വലിയ തലത്തഫ്, അയാൾ വളരെ എന്താവണം, ജാഗ്രതയുള്ളയാളാവണം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, തലത്തഫ് എന്ന് പറഞ്ഞാൽ ഐ ഫീ ഖുറൂജിഹി വദിഹാബിഹി വശറാഇഹി വഇയാബിഹി, അയാൾ പുറത്തിറങ്ങുമ്പോൾ നോക്കണം, പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഫുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വാങ്ങി തിരിച്ചു പോരുമ്പോൾ ശ്രദ്ധിക്കണം, ഒക്കെ ആരും അറിയാതിരിക്കാൻ നോക്കണം. അതാണ് വലിയ തലത്തഫ്. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. മാക്സിമം ആരും അറിയാതെ നോക്കണം. വലാ യുശ്ഇറന്ന ബികും അഹദാ, നിങ്ങളെക്കുറിച്ച് ഒരാൾക്കും വിവരം കൊടുക്കരുത്. വലാ യുശ്ഇറന്ന എന്ന് പറഞ്ഞാൽ വലാ യുഅലിമന്ന, അഅലമ വിവരം അറിയിച്ചു, വലാ യുഅലിമന്ന, ഒരാൾക്കും നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യരുത്, വിവരം അറിയിക്കരുത്. വിവരം അറിഞ്ഞാൽ ഇന്നഹും യദ്ഹറു അലൈക്കും ലഹറ അലൈക്കും യദ്ഹറു അലൈക്കും, നിങ്ങളുടെ കാര്യം അവർക്ക് വെളിവായാൽ, ആ രാജ്യത്തിന്റെ ആളുകൾക്ക് വെളിവായാൽ, അവിടൊക്കെ മുശ്രിക്കുകളല്ലേ, അവരെന്ത് ചെയ്യും, യർജുമൂക്കും, ആ രാജദർബാറിൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് ഹാജരാക്കും. പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് നമുക്കറിയാം, എറിഞ്ഞുകൊല്ലും. അപ്പൊ നിങ്ങളുടെ സ്ഥലം എവിടെയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വന്നിട്ട് നമ്മളെന്ത് ചെയ്യും, എറിഞ്ഞുകൊല്ലും. ഇത് ഏത് കാലഘട്ടത്തിലും പ്രബോധകന്മാർ ഭയപ്പെട്ടതുമാണ്, ഭയപ്പെടുത്തിയ കാര്യമാണ്. ആദർശം കൊണ്ട് നടക്കൂല എന്ന് കണ്ടാൽ പിന്നെ കയ്യാങ്കളിയാണ് എല്ലാവരും എടുക്കുക, ഭീഷണിപ്പെടുത്തും. ഒരാളെ സന്മാർഗത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടാൽ, ഏത് കാലഘട്ടത്തിലുള്ള നബിമാരും നേരിടേണ്ടി വന്ന, കേൾക്കേണ്ടി വന്ന ഒരു പ്രയോഗമാണ് എറിഞ്ഞുകൊല്ലും നിങ്ങളെ. സർവ്വപ്രവാചകന്മാരുടെയും പല പ്രവാചകന്മാരുടെയും ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നു. ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ അത് ഒക്കെ അങ്ങനെ പല നബിമാരോടും അവരുടെ സമൂഹം ഇത് പറഞ്ഞിട്ടുണ്ട്, എറിഞ്ഞുകൊല്ലും, ഇവിടെ നിൽക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. അപ്പൊ ഇതേത് കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കിത് പേടിയും. ഇവർ പറഞ്ഞാൽ എന്താണ്, അവരുടെ കൈ കിട്ടിയാൽ അവർ നമ്മൾ എന്ത് ചെയ്യും, എറിഞ്ഞുകൊല്ലും. എറിജുമൂക്കും, അവർ നിങ്ങളെ എറിഞ്ഞുകൊല്ലും. ഔ അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവരെന്താ ചെയ്യുക? യുഈദൂക്കും, നിങ്ങളെ അവർ മടക്കിക്കൊണ്ടുപോകും, ഫീ മില്ലത്തിഹിം, അവരുടെ മതത്തിലേക്ക്. അവരുടെ ഏതെങ്കിലും കൗൺസിൽ സെന്ററിലൊക്കെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിട്ട് അതിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരിപ്പിക്കും, ഭീഷണിപ്പെടുത്തി വെക്കും. അങ്ങനെയുള്ളപ്പൊന്നും അങ്ങനെ പിന്നെ കൊണ്ടുപോയിട്ടിട്ട് ഇതൊന്നും പറഞ്ഞിട്ടൊക്കെ ശരിയായില്ല, ചിലപ്പോൾ അതിൽ ജീവൻ പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യും. വലൻ തുഫ്ലിഹു ഇദൻ അബദാന അവർ പറയുന്നത്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ ഒരിക്കലും പറ്റൂല. പിന്നെ നമ്മളെ കാര്യം പോയി എന്ന്. കാരണം അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് മാത്രം അള്ളാഹു കൊടുത്തൊരു കാര്യമായിരുന്നു, നിർബന്ധിക്കപ്പെട്ടാൽ കുറ്റല്ല. ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ, ഒരാൾ കുഫറിന് നിർബന്ധിക്കപ്പെട്ടു, ജീവൻ പോകുന്നായി, അതാ നിർബന്ധിക്കപ്പെടൽ, അല്ലെങ്കിൽ കൊന്നുകളയുന്നായി. അങ്ങനത്തെ ഘട്ടത്തിൽ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നാവുകൊണ്ട് എന്ത് ചെയ്യാം? മനസ്സിലില്ലാത്തത് വിളിച്ചു പറയാം. അത് ഇസ്ലാമിലെ ഒരു ഇളവാണ്, ഈ ഉമ്മത്തിന് മാത്രം കിട്ടിയ ഇളവാണ്. അത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറയുന്നത്. മുൻ സമുദായങ്ങൾക്ക് അതൊന്നുമില്ല. നിർബന്ധിച്ചായാലും അങ്ങനെ മരിക്കുകയാണെങ്കിലും വേണ്ടില്ല, എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? മനസ്സിലുള്ളതിന് എതിര് പറയാൻ പാടില്ല എന്നായിരുന്നു പണ്ടത്തെ നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിന് 2-3 കാര്യങ്ങൾ കൊണ്ട് ശിക്ഷയില്ലെന്ന് ഇളവ് നൽകപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഉമ്മത്തിന് 3 വിഷയങ്ങളിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങിയാൽ, നമ്മൾ നിസ്കാരം ഉറങ്ങിയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ നിസ്കാരം ഖളാ ഒക്കെ ആയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഉണരുന്നത്, അപ്പോഴേക്ക് സമയമൊക്കെ തെറ്റിയിട്ടുണ്ട്, അയാൾ കുറ്റക്കാരനാവുന്നില്ല, ഉറങ്ങിപ്പോയതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നിസിയാൻ, മറവി. മറന്നു ഒരാൾ, ഓർമ്മ വന്ന അയാൾ പെട്ടെന്നൊരു ചെയ്യണം, ഒരാൾ മറന്നതുകൊണ്ട് അയാൾ കുറ്റക്കാരനാവുന്നില്ല, കാരണം അയാളെ കൺട്രോളിൽ പെട്ടതല്ല. മൂന്നാമത് പറഞ്ഞത് ഔ മസ്തുക്രിഹു അലൈഹി എന്നാണ്. അവരൊരു കാര്യത്തിന് നിർബന്ധിക്കപ്പെട്ടവരായാലും ഒഴികെ. അപ്പൊ നിർബന്ധിക്കപ്പെട്ടാൽ ഈ ഉമ്മത്തിന് എന്തുണ്ട്? ഇളവുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ജീവൻ പോകും എന്നൊരു ഘട്ടത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇളവുണ്ട്. തൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് പുറത്തേക്ക് എന്ത് ചെയ്യാം? പറയാം. അപ്പോഴും അയാളുടെ മനസ്സൻ തന്നെയാണ് അള്ളാഹ് പറയുന്നത്, ശ്രദ്ധിക്കണം. ഇല്ലാമൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ, വഖൽബുഹു, അപ്പോഴും അയാളുടെ മനസ്സെങ്ങനെയാണ്? മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് അയാളുടെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞ് സമാധാനമടഞ്ഞിരിക്കുകയാണ്. അയാളെ മനസ്സിൽ ഒരല്പം പോലും ചേഞ്ച് വന്നിട്ടില്ല. പക്ഷെ നാവുകൊണ്ട് അയാൾ വേറെ പറയുന്നുണ്ട്. കുഫറിന്റെ വാചകം, ശിർക്കിന്റെ വാചകം അയാൾ നാവുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴും അയാളുടെ മനസ്സ് 100% എന്താണ്? ഈമാൻ കൊണ്ട് ക്ലിയർ ആണ്. എങ്കിൽ അയാൾക്ക് അള്ളാഹു ഇളവ് കൊടുക്കും എന്നാണ്. അത് ഇവർക്ക് ഈ ഇവർക്ക് അതുമില്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം, അവരുടെ മതത്തിലേക്ക് അവർ നമ്മൾ നിർബന്ധിച്ച് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. പിന്നെന്താ അവർ പറഞ്ഞത്? വലം തുഫ്ലിഹു ഇദൻ അബദ, പിന്നെ നമുക്ക് വിജയിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ അവരതൊക്കെ പറഞ്ഞ് ആ വിധത്തിൽ അവർ ആളെയൊക്കെ പറഞ്ഞയച്ചു. ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? അങ്ങനെ അവരാളെ പറഞ്ഞയച്ചു. അവർ ചെന്ന് നോക്കുമ്പോൾ, കടയിൽ ചെന്ന് നോക്കുമ്പോൾ ആളുകൾക്കൊക്കെ വരെ പരിഹാസമായി. ചെന്ന ആളെ പരിഹാസമായി. കാരണം വേഷം വ്യത്യാസം, രൂപം വ്യത്യാസം, എല്ലാം വ്യത്യാസമാണ്. 150 കൊല്ലം മുമ്പുള്ള തുണിയുപ്പായും ഡ്രസ്സും വേഷമൊക്കെയാണ്. അന്നത്തെ ഒരു നാണയവും കൊണ്ട് അയാൾ വന്നിരിക്കുന്നത്. ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കച്ചവടക്കാരൻ അയാളിത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയിട്ട് അയാൾക്കൊന്നും പിടുത്തം കിട്ടിയില്ല. അയാൾ മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരിങ്ങനെ ചർച്ചയായി. ഇതേത് കാലത്തുള്ളതാണ്, എവിടുത്തെയാണ്, എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അയാൾ പറഞ്ഞു, ഞങ്ങളിത് ഇന്നലെയാണല്ലോ തരുന്നത്. അപ്പം അയാൾ ഭ്രാന്തനാണ്, ഇയാൾക്ക് സുഖമില്ലാന്നൊക്കെ അവർ തീരുമാനിച്ചു. എന്തായാലും ഇയാൾക്ക് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഇവർ അവിടെയുള്ള ആളുകൾ, അതൊക്കെ മുഅ്മിനീങ്ങളാണ്, ഇവർ വിശ്വസിക്കുന്ന അതേ ആദർശത്തിൻ്റെ വക്താക്കളായി മാറിയിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാവരും തൗഹീദിൻ്റെ വക്താക്കളാണ്. അപ്പം ഇവരെ
ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം. എവിടേക്കാ ഇദ്ദേഹത്തിൻ്റെ വീട്, എവിടെ ഇദ്ദേഹം ഉറങ്ങുന്ന, തലക്കെന്തോ സുഖമില്ലാതെ പുറത്തിറങ്ങിയതാണ്, അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് അവർ ഒരുമിച്ച് ഒപ്പം കൂടി ഗുഹാമുഖത്ത് അപ്പോഴാണ് അയാൾ പറയുന്നത്, ഞങ്ങളിങ്ങനെ ഗുഹയിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അന്നത്തെ മുസ്ലിമായ രാജാവിന് വിവരം കൊടുത്തു. ആ രാജാവ് വന്നു. ആ രാജാവ് വന്നിട്ട് നോക്കി. രാജാവ് വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പിന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളായ ആളുകളാണുള്ളത്. അങ്ങനെ അവരെയൊക്കെ കണ്ടു, സന്ദർശിച്ചു. പിന്നീട് ഇവർ ഗുഹയിലേക്ക് തന്നെ ഉറങ്ങാൻ കിടന്നു. അവരവിടെ തന്നെ മൗത്തായി എന്നാണ് ബാക്കി ചരിത്രം ഇങ്ങനെ പിന്നെ വിശദീകരണങ്ങളിലൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ അവർ ആ ഗുഹയിൽ കിടന്ന് പിന്നെ അവരവിടെ തന്നെ അവരുടെ ജീവിതം അവസാനിക്കുകയാണ്. അവർ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. പിന്നീട് അവരെ അള്ളാഹു മരണപ്പെടുത്തി. അപ്പോൾ എന്തായിരുന്നാലും അവർ വളരെ ജാഗ്രതയോടുകൂടെ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, ഉറങ്ങിയാൽ പോലും പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും മനുഷ്യൻ അറിയൂല. പിന്നെ മരിച്ചാൽ അറിയൂല. ഇത് സാധാരണക്കാരുമല്ല, ഇവരൗലിയാക്കന്മാരല്ലേ, ഇവരൗലിയാക്കന്മാരാണ്. അത് സാധാരണക്കാരാണ് ഉറങ്ങിയ പരിസരത്തുള്ളത് അറിയാത്തത്. ഔലിയാക്കന്മാർക്ക് ഉറങ്ങിയാലും ഉണർച്ചയിലൊക്കെ ഒരേപോലെയാണ് എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയാറുള്ളത്. അതും ശരിയല്ല. ഈ ആളുകളൊക്കെ അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടിയ മഹാന്മാരാണ്. പക്ഷെ ഈ മഹാന്മാരായ ആളുകൾ എഴുന്നേറ്റപ്പോൾ തന്നെ ചോദിക്കണം എന്താണ്, കം ലഭിസ്തും, എത്ര ഇവിടെ ഉറങ്ങിയത്, ഒരു പിടുത്തമല്ല. എന്നിട്ട് പറയണത് എന്താണ്, ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ 40 ദിവസം എന്നാ പറയണത്. 300-ലേറെ കൊല്ലം ഉറങ്ങിക്കിടന്നിട്ട് ആ രാജ്യം, ഒരു ഭരണാധികാരം മാറി, രാജ്യം മാറി, ജനങ്ങൾ മാറി, വേഷം മാറി, കറൻസി മാറി, എല്ലാം മാറി, നാടൊട്ടാകെ മാറി. പക്ഷെ ആ പരിസരത്ത് നടന്നതൊന്നും ഈ ഔലിയാക്കൾ അറിഞ്ഞില്ല. ഉറങ്ങിയാൽ പോലും അറിയില്ല. എങ്കിൽ പിന്നെ മരിച്ചുപോയ ഔലിയാക്കളെ വിളിച്ചിട്ടാണ് പറയണത്, ഔലിയാക്കന്മാർ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യാണ്, അവരെല്ലാം അറിയും, അവരിവിടെ ലോകത്ത് നടക്കുന്ന എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന് തീർച്ചയായും എതിരായ കാര്യങ്ങളാണ് ആ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും മുഴുവനും എന്ന് അൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പാഠം.